അമേരിക്കയുമായുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് അതായത് INF ഉടമ്പടിയിൽ നിന്ന് പിന്മാറി റഷ്യ. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടെയാണ് 1987 ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയുള്ള റഷ്യയുടെ പുതിയ പ്രഖ്യാപനം വരുന്നത്. റഷ്യയ്ക്ക് സമീപം 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ സൈന്യത്തിനോട് ട്രംപ് ഉത്തരവിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് റഷ്യയുടെ ഈ പുത്തൻ നീക്കം എത്തുന്നത്. ഹ്രസ്വദൂര മധ്യദൂര ആണവ മിസൈലുകൾ വിന്യസിക്കുന്നതിനുള്ള മൊറട്ടോറിയമായിരുന്നു INF ഉടമ്പടി. US-ഉം റഷ്യയുടെ പിൻഗാമിയായിരുന്ന സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ഇത്. സോവിയറ്റ് കാലഘട്ടത്തിലെ ഉടമ്പടി പാലിക്കാനുള്ള ബാധ്യത ഇനി തങ്ങൾക്കില്ല എന്നും മുൻപ് സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇനി പാലിക്കില്ലെന്നും റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യൂറോപ്പിലും ഏഷ്യ പസഫിക് മേഖലയിലും US-ന്റെ മധ്യദൂര ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് സമാനമായ ആയുധങ്ങൾ വിന്യസിക്കുന്നതിൽ ഏകപക്ഷീയമായ മൊറട്ടോറിയം നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതായതായി വ്യക്തമാക്കിയിരിക്കുന്നു. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു. നേരത്തെ റഷ്യ ഉടമ്പടി പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി 2019 US ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയിരുന്നു. പിന്നാലെ US അത്തരം ആയുധങ്ങൾ വിന്യസിക്കുന്നില്ലെങ്കിൽ തങ്ങളും വിന്യസിക്കില്ലെന്ന് റഷ്യ വ്യക്തമാക്കിയിരുന്നു. രാജ്യസുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടുള്ള US-ന്റെ ഈ നീക്കങ്ങളാണ് റഷ്യയെ പുതിയ നടപടികൾ കൈക്കൊള്ളാൻ പ്രേരിപ്പിച്ചതെന്ന് മോസ്കോ ആരോപിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾ മിസൈലുകൾ വിന്യസിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണി സൃഷ്ടിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അതേസമയം ആണവായുധത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ വാചകമടിയിൽ എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്നാണ് റഷ്യ പറയുന്നത്. 2 ആണവ അന്തർവാഹിനികൾ ഉചിതമായ മേഖലകളിൽ വിന്യസിക്കാൻ ഉത്തരവിട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ പ്രതികരണം എത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വേദേവും തമ്മിലുണ്ടായ വാക്പോരിന് പിന്നാലെയാണ് US പ്രസിഡന്റിന്റെ പ്രസ്താവന ഉണ്ടായത്. മുൻ പ്രസിഡന്റായിരുന്ന മെദ്വേദേവ് നിലവിൽ റഷ്യയുടെ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനാണ്. യുക്രൈനിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരാൻ റഷ്യയ്ക്ക് മുന്നിലുള്ളത് വെറും 10 ദിവസം മാത്രമാണെന്നും അല്ലാത്ത പക്ഷം തീരുവ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞതാണ് വാക്പോരിന് തുടക്കമിട്ടത്. എന്നാൽ റഷ്യയ്ക്ക് സോവിയറ്റ് കാലം മുതലുള്ള ആണവശേഷിയുണ്ടെന്നും അത് ട്രംപ് മറക്കരുതെന്നുമായിരുന്നു മെദ്വേദേവിന്റെ പ്രതികരണം. ഇതോടെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്ന മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തി. ഇതിന് പിന്നാലെയാണ് 2 ആണവ അന്തർവാഹിനികൾ ഉചിതമായ മേഖലകളിൽ വിന്യസിക്കാൻ ഉത്തരവിട്ടതായി ട്രംപ് പ്രഖ്യാപിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മെദ്വേദേവിന്റെ പ്രസ്താവന ബുദ്ധിശൂന്യവും അതിവൈകാരികവുമാണ്. അതിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് തന്റെ നടപടിയെന്നും ട്രംപ് ട്രൂത്തിൽ കുറിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.